ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് വരാൽ മീനെ പിടിച്ച് കറി വെക്കാനായിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു മടയിൽ വന്നേക്കുവാണ്. ഇവിടെ വളർത്താൻ ഇട്ടേക്കുന്നതാണ്. ഇത് ഇട്ടിട്ട് 5-6 മാസമായി. നമുക്ക് ഇത് കുറേയൊക്കെ പിടിച്ചു കഴിഞ്ഞു. നമുക്ക് ഉള്ളത് പിടിച്ചോണ്ട് പോവാം. മീൻ ഇനി 10-30 മീനും കൂടെ ഉള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ ഇനി അതും പിടിച്ചു തീരും. വളർന്നിട്ട് വേണം. അപ്പുറം വേറെ കൂടൊക്കെ ഉണ്ട്. അതിലെല്ലാം ഈ വരാലാണ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ കോഴിനെ പിടിച്ചത് അച്ഛനാണ്. ഇത്തവണ ഇത് കടിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് പിടിക്കണത്. ആവശ്യമുള്ള മീൻ കിട്ടി. 6 മീൻ പിടിച്ചു. അപ്പൊ അച്ഛൻ മടയെ ചാടി കുളിക്കാൻ പോവാണ്. അതൊക്കെ എന്തിനാ കിട്ടണേ? ഈ പാറമട 60 അടിയോളം താഴ്ചയുണ്ട്. ഈ പാറമടയിൽ നിന്നാണ് ഞങ്ങൾ കുടിക്കാൻ അല്ലാതെ പറമ്പ് നനയ്ക്കാനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും ഒക്കെ വെള്ളം എടുക്കുന്നത്. ഈ വളർത്താൻ ഇട്ടേക്കുന്നതല്ലാതെ കുറേ കുഞ്ഞു മീനുകളും 5 കിലോ 8 കിലോ ഒക്കെ തൂക്കം വരുന്ന വലിയ മീനുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ 6 മീനാണ് പിടിച്ചിരിക്കുന്നത്. 6 മീനും കൂടെ 3 കിലോ തൂക്കമുണ്ട്. മീനിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞതിന് ശേഷം വാളംപുളി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ മീനിൻ്റെ ഒരു സ്മെല്ലും തെന്നലും ഒക്കെ മാറിക്കോളും. സ്ക്രബ്ബർ ഇട്ട് തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ആ കറുത്ത അതൊക്കെ പൊക്കോളും. 3 കിലോ മീൻ വൃത്തിയാക്കി വന്നപ്പോൾ 1,800 ഉള്ളൂ. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കാം. എന്നിട്ട് എണ്ണ ചൂടാവുന്നത് വരെ കാത്തിരുന്ന് അതിലിട്ട് കടുക് ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ഇട്ട് നന്നായി വഴറ്റണം. ചെറുള്ളി കുറച്ച് വാടി കഴിയുമ്പോൾ മുളകും വെളുത്തുള്ളിയും ഇടാം. എരിവുള്ള സാധാരണ മുളക് പൊടി 2 സ്പൂൺ ഇടാം. കാശ്മീരി മുളക് പൊടി 3 സ്പൂൺ ഇടാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇടാം. 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക. ഞങ്ങൾ ഉപയോഗിച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കാനാപ്ലസ് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ നോയൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇഞ്ചി ചതച്ചത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇടാം. കുടംപുളിയും ഇടാം. ആവശ്യത്തിന് കല്ലുപ്പും കൂടെ. വെള്ളം ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയി. 2.5 കപ്പ് വെള്ളം ഒഴിക്കണമായിരുന്നു. ഞങ്ങൾ 2 കപ്പേ ഒഴിച്ചോളൂ. നന്നായി ഇളക്കി അത് തിളച്ച് വന്നതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ഇടാം. മീനിട്ടിട്ട് കരിയാപ്പില ഇടാം. ഇതിൽ തേങ്ങ ചേർക്കാത്തതുകൊണ്ട് 2 നേരം ചൂടാക്കി 3-4 ദിവസം ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. കറി ചീത്തയാവില്ല. ഇനി ഇത് തിളച്ച് കുറുകി വരുന്ന വരെ നമുക്ക് മൂടി വയ്ക്കാം. 2-3 മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം. ഞങ്ങളൊരു ഗീവ് അവേ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് അടിയിൽ സ്റ്റിക്കർ കമൻറ്റോ ടെക്സ്റ്റ് കമൻറ്റോ ഏതെങ്കിലും ഒരു കമൻറ്റ് ഇടുന്ന 3 പേരെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ സമ്മാനം കൊടുക്കുന്നതാണ്. ഞങ്ങൾ മീൻ കറിയിൽ ഇട്ട മസാലയൊക്കെ കാനാപ്ലസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ നോയൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞ ഇടിയിറച്ചി. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഒന്ന് രുചിച്ച് നോക്കിയിരുന്നു. പിന്നെ ബോട്ടിൽ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് തപ്പി നോക്കിയപ്പോഴാണ് മൂത്ത ചേച്ചീൻ്റെ കബോർഡിൽ ബുക്കിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയത്. ചേച്ചി ക്ലാസ്സിന് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി എടുത്ത് ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. ഈ ബ്രാൻഡിൻ്റെ ഫുഡ് പ്രോഡക്ട്സ് നല്ല ടേസ്റ്റാണ്. നല്ല നാടൻ കൂട്ടുകളാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സാമ്പിൾ പ്രൊഡക്ട്സ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗീവ് അവേയിൽ 1ാം സമ്മാനം കൊടുക്കുന്നത് 1860 രൂപ വരുന്ന ജാക്സൻ്റെ ഒരു 5 ലിറ്ററുള്ള ഒരു പ്രഷർ കുക്കറാണ്.
രണ്ടാം സമ്മാനം 1000 രൂപ, മൂന്നാം സമ്മാനം 500 രൂപയാണ്. 4/5/2024 രാത്രി 10 മണി വരെയുള്ള കമൻറ്റുകളെ പരിഗണിക്കുകയുള്ളൂ. അടുത്ത ദിവസം 5-ാം തീയതി രാവിലെ 8 മണി വിജയികളെ തിരഞ്ഞെടുക്കും. കമൻറ്റിൻ്റെ കൂടെ ഇടയ്ക്കൊന്ന് ഷെയറും കൂടെ ചെയ്യണേ. താങ്ക്